ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല തണുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ചു നോക്കൂ. വീട്ടമ്മമാരെ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. വെറുതെ ഒഴിച്ചു കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഒരു 100 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. തണുത്ത കഞ്ഞിവെള്ളവും വിനാഗിരിയും വെച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് പഴം കഞ്ഞിവെള്ളമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ചൂട് കഞ്ഞിവെള്ളത്തിനെ അപേക്ഷിച്ച് പഴം കഞ്ഞിവെള്ളത്തിന് ഒത്തിരി പോഷക ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് പഴം കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഒരു രാത്രിയൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ട് കുറുകി ഈ പരുവത്തിനാണ് കിട്ടുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് ഏകദേശം 1/4 കപ്പോളം പഴം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളവും വിനാഗിരിയും 1 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് പഴങ്കഞ്ഞിവെള്ളം. ഈ പഴങ്കഞ്ഞി വെള്ളത്തിലേക്ക് വിനാഗിരി കൂടി ചെല്ലുമ്പോൾ നല്ലൊരു പുളിപ്പും അസിഡിക് നേച്ചറും ഒക്കെ ഇതിന് കിട്ടും. നല്ല കൊഴുത്ത കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ സ്പ്രേ ബോട്ടിലിലേക്കാണ് ഈ മിക്സ് ഒഴിക്കുന്നതെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാനിതൊരു വാട്ടർ ബോട്ടിലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാട്ടർ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. മിക്കവാറും എല്ലാവരുടെയും ഒക്കെ വീടുകളിൽ കറിവേപ്പൊക്കെ ഉണ്ടാവുമല്ലോ. കറിവേപ്പിൻ്റെ ഇലകളിൽ ഉണ്ടാകുന്ന കുരുടിപ്പ്, അതിലുണ്ടാകുന്ന പുഴുക്കൾ ഇവയൊക്കെ നശിപ്പിക്കുന്നതിന് നല്ലൊരു മരുന്നാണിത്. നന്നായിട്ട് കുരുടിപ്പ് വന്ന് ഇലയൊക്കെ ചുരുണ്ടുപോയ കറിവേപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിലേക്ക് ഞാൻ ഈ മരുന്ന് ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ തളിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കുരുടിപ്പൊക്കെ മാറ്റിയെടുത്തത്. നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളവും വിനാഗിരിയും ചേർത്തുണ്ടാക്കുന്ന ഈ മിക്സ് കറിവേപ്പിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ പച്ചമുളക്, തക്കാളി, വെണ്ട ഇവയിലൊക്കെ ഉണ്ടാകുന്ന കുരുടിപ്പ്, ഇല ചുരുട്ടിപ്പുഴു, അതുപോലെ തന്നെ മുഞ്ഞ ഇവയൊക്കെ നശിപ്പിക്കാൻ നല്ലൊരു മരുന്നാണ്. പിന്നെ ചെടികളിൽ ഈ മരുന്ന് തളിക്കുമ്പോൾ മുകളിൽ മാത്രമല്ല കേട്ടോ, ഇലകളുടെ അടിഭാഗത്തും ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. തണുത്ത കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. കഞ്ഞിവെള്ളം കൊണ്ടുള്ള നമ്മുടെ 2ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മിക്കവാറും എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. നമ്മുടെ മുടിയുടെയും മുഖത്തിൻ്റെയും ഒക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നല്ലൊരു മരുന്നാണ് പഴങ്കഞ്ഞിവെള്ളം. നമ്മുടെ തലയിലുണ്ടാകുന്ന താരനും ചൊറിച്ചിലും ഒക്കെ മാറാനും, അതുപോലെ തന്നെ മുടിയുടെ അറ്റം മുതൽ കട വരെ ഉണ്ടാകുന്ന പൊടി പോലുള്ള ഒരു സാധനമാണ് മുടിക്കായ. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകാനും നല്ലൊരു ഔഷധമാണ് കഞ്ഞിവെള്ളം. നല്ല തണുത്ത പഴങ്കഞ്ഞിവെള്ളം കൊണ്ട് ദിവസവും തല കഴുകിയാൽ തലയിലുണ്ടാകുന്ന താരനും ചൊറിച്ചിലും മുടിക്കായും ഒക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. മാത്രമല്ല മുടി ഇടതൂർന്ന് നല്ല സമൃദ്ധമായി കട്ടക്കറുപ്പോടെ തന്നെ വളരുകയും ചെയ്യും. ഞാനിവിടെ 1 പിടി ചെമ്പരത്തിയില എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല തണുത്ത പഴങ്കഞ്ഞി വെള്ളം ഒഴിച്ചാണ് ചെമ്പരത്തിയില ഞാനിവിടെ അരച്ചെടുക്കുന്നത്. കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് അരച്ചെടുത്ത ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതുപോലെ ഒരു കുട്ടയിലേക്ക് ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. മുടി കൊഴിച്ചിൽ, താരൻ, ചൊറിച്ചിൽ ഇവയൊക്കെ ഇല്ലാതാക്കാനും മുടി സമൃദ്ധമായി വളരാനും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഷാമ്പു ആണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. പുറത്തുനിന്ന് വാങ്ങുന്ന ഏതൊരു ഷാമ്പുവിലും ധാരാളം കെമിക്കൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുടി കഴുകാനൊക്കെ ഇങ്ങനെയുള്ള ഷാമ്പു ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ദിവസമൊക്കെ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പോളം പഴങ്കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പും എടുക്കാം. 1 സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പൊന്ന് അലിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കിച്ചൺ സിങ്ക്, വാഷ് ബേസിൻ, ക്ലോസറ്റ് ഇവയൊക്കെ കഴുകാൻ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണിത്. സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം.
നോൺ വെജ് ഒക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ സിങ്കിലുണ്ടാകുന്ന ആ ഉളുമ്പ് മണവും എണ്ണമെഴുകും ഒക്കെ മാറാനായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. സോപ്പോ സോപ്പ് പൊടിയോ ഡിഷ് വാഷോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ സിങ്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നത് കണ്ടോ? ഒട്ടും തന്നെ സ്മെല്ലും ഇല്ല കേട്ടോ. വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ വിനാഗിരിയും ചേർത്തുണ്ടാക്കുന്ന ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല തണുത്ത കട്ട കഞ്ഞിവെള്ളം കൊണ്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ചില വീടുകളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വീടിൻ്റെ അകവും പുറവുമൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ടാവും. പക്ഷേ കിച്ചണിലൊക്കെ ഒന്ന് കയറി നോക്കുമ്പോൾ അറിയാം സിങ്കിൽ നിന്നും ഓടയിൽ നിന്നുള്ള ഒരു സ്മെല്ല് പോലെ ഉണ്ടാകുന്നത്. അതെന്താണെന്ന് അറിയാമോ? മിക്കവാറും എല്ലാവരും സിങ്കിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുക്കി വിടുന്നത് വേസ്റ്റ് കുഴിയിലേക്കാണ്. അങ്ങനെയുള്ള വീടുകളിലാണ് ഈ സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്. വേസ്റ്റ് ടാങ്കിൽ കിടക്കുന്ന വേസ്റ്റ് നല്ല രീതിയിൽ ഡീകമ്പോസ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ടാങ്കിൽ നിന്നുള്ള ഈ സ്മെല്ല് സിങ്ക് വഴി നമ്മുടെ കിച്ചണിലേക്ക് എത്തുന്നത്. ഇത്തരം വേസ്റ്റുകളെ വിഘടിപ്പിക്കാൻ വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പമായതുമായ ഒരു മാർഗമാണ് പഴങ്കഞ്ഞിവെള്ളം. രാത്രിയിലെ നമ്മുടെ അടുക്കള ജോലി എല്ലാം തീർന്നതിന് ശേഷം 1-2 കപ്പ് നല്ല പഴങ്കഞ്ഞിവെള്ളം കിച്ചൺ സിങ്കിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ദിവസമൊക്കെ ഇരിക്കുന്ന നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ധാരാളം ബാക്ടീരിയകളൊക്കെ പ്രവർത്തിച്ച് ഫെർമെൻറ്റേഷൻ നടന്ന് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും. ധാരാളം ബാക്ടീരിയകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ പഴങ്കഞ്ഞി വെള്ളം ഏത് വേസ്റ്റിനെയും പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഓടയിൽ നിന്നും വരുന്ന പോലുള്ള ആ സ്മെല്ല് ഇനി നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ വാഷ് ബേസിനിലും ക്ലോസറ്റിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ പഴങ്കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്